ഓ എന്തൊരു വെയിലായിരുന്നു. ഈ മരം ഉള്ളത് ആകെ ഒരു ആശ്വാസമായി നമുക്ക്. വെറുതെ ഒന്നും അല്ല പണ്ടുള്ളവർ പറയുന്നത്, മരം ഒരു വരം തന്നെയാണ് അല്ലേ? ഭയങ്കര മരം. ആലോചിച്ചു, ഈ മരം കൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ഇവിടെ എല്ലാം അതുപോലെ ഉള്ള ഇലയെല്ലാം പൊടിച്ച അതുപോലെ കായും എല്ലാം പൊടിച്ച് ഇത് കണ്ടോ. ആ വന്നിരുന്ന സമയം കൊണ്ട് എന്റെ ദേഹത്ത് മൊത്തം അതെല്ലാം ചൊറിയാൻ തുടങ്ങും. ഈ മരമല്ല നമുക്ക് തണല് തന്നെ. തണല ഈ മരം കൊണ്ട് ആർക്കും ഗുണമുണ്ട്? ഇത് വെട്ടി വിറ്റ കാശ് പോലും കിട്ടും. അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിച്ച് പറയുന്നു. അതായത് നമുക്ക് ഈ നമ്മുടെ ഈ നോമ്പുകാലത്ത് മരം നമുക്ക് വലിയൊരു ഉപദേശം തരുന്നു. അതായത് ഈ മരത്തിന് ഒത്തിരി കഥകൾ പറയാം. മരം വളർന്നു കഴിയുമ്പോൾ അത് ഏറ്റവും ഗുണപ്പെടുന്നത് അതിന്റെ സറൗണ്ടിങ്സിനാണ്, ചുറ്റുപാടുകൾ. എത്ര നീ മേലോട്ട് നോക്കി, അവിടെ ഇവിടെയായി കണ്ട ചില കാക്കയുടെ കൂടായിരിക്കും, ചില കൂടുകളൊക്കെ അവിടെ ഉണ്ട്. അവിടോട്ട് ഈ ആ നീറിന്റെ ഒരു പൊതുക്കെട്ട് പോലെ ഇരിപ്പുണ്ട്. എത്ര ഈ നമ്മളിപ്പോ തന്നെ ഈ വെയിൽ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പം നീ തന്നെ ആദ്യം പറഞ്ഞത് നമുക്കൊരു ആശ്വാസമായിരുന്നു ഈ മരം. അപ്പം ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു ആശ്രയമായി തീരുക, മറ്റുള്ളവർക്കൊരു തണലായി തീരുക, മറ്റുള്ളവരുടെ ഒരു ആവാസമായി തീരുക. പിന്നെ നമ്മൾ കുഞ്ഞിനെ തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുറത്തു കളയുന്ന കാർബൺ ഡയോക്സൈഡിനെ അത് സ്വീകരിക്കുകയും നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ, അതായത് നമ്മളെ ശുദ്ധമാക്കാൻ, നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ഓക്സിജൻ നൽകുന്ന ഒരു അനുഗ്രഹമാണ് മരം എന്ന് പറയുന്നത്. എനിക്ക് കുറെ കൂടെ നോമ്പ് കാലത്ത് പറയാനുള്ളത്, ഈ ദൈവം തമ്പുരാനെ നമുക്ക് രക്ഷ നൽകിയത് എങ്ങനെയാണ്? കുരിശിലൂടെ, മരക്കുരിശിലൂടെ. അപ്പോൾ മരക്കുരിശിലൂടെ മരം നമുക്ക് രക്ഷയുടെ അടയാളമാണ്. മരം നമ്മളോട് പറയുന്നതും നാം മറ്റുള്ളവർക്ക് രക്ഷയായി തീരണം. ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന ഒരു കാര്യം, അതായത് ഒത്തിരി ശബ്ദകോലാഹലം ഉണ്ടാക്കാതെ തന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം മരമില്ല. അതെ, ചിലപ്പോൾ ഫലം കായ്ക്കുന്ന മരത്തിന് കൂടുതൽ കല്ലേറ് കിട്ടാൻ സാധ്യത, പക്ഷെങ്കിൽ അതെപ്പോഴും മറ്റുള്ളവരുടെ രക്ഷയും ആശ്വാസമാവും. നോമ്പ് കാലം നാം മറ്റുള്ളവരുടെ രക്ഷയാണോ ആശ്വാസമാണോ എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടാനായിട്ട് കഴിയും. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് തണലാകുവാനും അവരുടെ പ്രതിസന്ധികളിൽ അവർക്ക് ആശ്വാസമാകുവാനും രക്ഷയാകുവാനും ഈ നോമ്പുകാലം ഇടയാക്കണമേ. ആമേൻ.